നമസ്കാരം. പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിനെ തുടർന്ന് ഉത്തർപ്രദേശ് സ്വദേശിനിയുടെ വധശിക്ഷ അബുദാബിയിൽ നിർത്തിവെച്ചു. ഉത്തർപ്രദേശ് ഗോയറാമുഗളി സ്വദേശിനിയായ 33-കാരി ഷഹ്സാദിയുടെ വധശിക്ഷയാണ് കേന്ദ്ര സർക്കാർ ഇടപെടലിലൂടെ താൽക്കാലികമായി നിർത്തിവെച്ചത്. വിഷയം പരിഗണനയിലാണെന്ന് പുനഃപരിശോധനാ ഹർജി നൽകിയതായും അബുദാബിയിലെ ഇന്ത്യൻ എംബസി അധികൃതർ അറിയിച്ചു. അബുദാബിയിൽ ഇന്ത്യൻ ദമ്പതികളുടെ 4 മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ച കേസിലാണ് ഷഹ്സാദിയെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. വധശിക്ഷ ഉടൻ നടപ്പിലാക്കുമെന്നും ഇത് തന്റെ അവസാന ഫോൺ കോൾ ആണെന്നും പറഞ്ഞ് ഷഹ്സാദി കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് വിളിച്ചതോടെയാണ് വിഷയത്തിന്റെ ഗൗരവം പുറലോകം അറിയുന്നത്. അവസാന ആഗ്രഹമെന്ന നിലയിലാണ് വീട്ടിലേക്ക് വിളിക്കാൻ ജയിൽ അധികൃതർ അനുമതി നൽകിയതെന്നും ഷഹ്സാദി പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ എന്നാണ് വിവരം. നിലവിൽ അബുദാബിയിലെ അൽവദ്ബ ജയിലിൽ കഴിയുകയാണ് ഷഹ്സാദി. ജോലി ചെയ്യുന്നതിനിടെ ദമ്പതികളുടെ കുട്ടി മരിച്ച കേസിൽ പ്രതിയായി അൽവദ്ബയിലെ ജയിലിലാണ് ഷഹ്സാദി കഴിയുന്നത്. വധശിക്ഷയ്ക്ക് മുമ്പുള്ള അവസാന ആഗ്രഹമെന്ന നിലയിലാണ് യുവതി വീട്ടുകാരുമായി സംസാരിക്കാൻ അധികൃതർ അനുവദിച്ചത്. UAE-യിൽ താമസിക്കുന്ന ഇന്ത്യൻ ദമ്പതികളുടെ കുട്ടി മരിച്ചതിനെ തുടർന്നാണ് ഷഹ്സാദി അകത്തായത്. കുട്ടി മരിച്ചതിനെ തുടർന്ന് കുട്ടിയുടെ മാതാപിതാക്കൾ ഫയൽ ചെയ്ത കേസിൽ വീട്ടുജോലിക്കാരിയായിരുന്ന ഷഹ്സാദിക്കെതിരെ അബുദാബി കോടതി വധശിക്ഷ വിധിക്കുകയായിരുന്നു. നിലവിൽ അബുദാബിയിലെ അൽവദ്ബ ജയിലിൽ കഴിയുകയാണ് ഷഹ്സാദി. വധശിക്ഷയ്ക്ക് മുമ്പുള്ള അവസാന ആഗ്രഹമെന്ന നിലയിലാണ് ഷഹ്സാദിക്ക് കുടുംബത്തോട് സംസാരിക്കാൻ ജയിൽ അധികൃതർ അനുമതി നൽകിയത്. കുടുംബാംഗങ്ങളെ സമാധാനിപ്പിച്ച യുവതി ഇത് തന്റെ അവസാന ഫോൺ കോൾ ആയിരിക്കുമെന്ന് പറയുകയായിരുന്നു. ഉത്തർപ്രദേശ് മാതാവുൻ ഗോയറാമുഗളിയായി ബാൻഡ സ്വദേശിനിയായ യുവതി 2021 അബുദാബിയിലേക്ക് എത്തിയത്. COVID-19 കാലത്ത് റോട്ടി ബാങ്ക് ഓഫ് ബാൻഡയിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കെ ആഗ്ര സ്വദേശി ഉസൈറുമായി സമൂഹമാധ്യമത്തിലൂടെ പരിചയത്തിലായ യുവതിയുടെ മുഖത്തെ പൊള്ളലേറ്റ പരിക്കുകൾ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുമെന്നും മികച്ച ഭാവി ജീവിതം സാധ്യമാകുമെന്നും ഉസൈർ നൽകിയ ഉറപ്പ് വിശ്വസിച്ചാണ് ഗ്രാമത്തിൽ നിന്ന് ഇവർ ആഗ്രയിലെത്തിയത്. തുടർന്ന് 2021 നവംബറിൽ അബുദാബിയിലെത്തി ഷഹ്സാദിയെ ഉസൈർ തന്റെ ബന്ധുവായ ഫൈസ് നദിയ ദമ്പതികൾക്ക് കൈമാറി. ഇതിനിടെയാണ് ദമ്പതികളുടെ കുട്ടി മരിച്ചത്. ഇതിന് കാരണം ഷഹ്സാദിയാണെന്നാണ് ആരോപിച്ചത്. എന്നാൽ ചികിത്സ കിട്ടാത്തതിനെ തുടർന്നാണ് കുഞ്ഞു മരിച്ചതെന്ന് ഷഹ്സാദിയും പിതാവും വാദിച്ചു. ഇവർ മാതാവിന്റെ പോലീസ് സ്റ്റേഷനിൽ 2024 ജൂലൈ 15 പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല. ബാന്ദ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരം ഉസൈറിനും ഇയാളുടെ അമ്മാവൻ ഫൈസ്, ഭാര്യ നസിയ, മാതാവ് അഞ്ജും സഹാന എന്നിവർക്കെതിരെ മനുഷ്യക്കടത്ത് ആരോപിച്ച് കേസെടുത്തിട്ടുണ്ട്. ഇവർ നിലവിൽ ദുബായിലാണുള്ളത്. ദമ്പതികളെ 4 മാസം പ്രായമുള്ള മകനെ നോക്കുകയായിരുന്നു ഷഹ്സാദിയെ ഇവർ അബുദാബിയിലേക്ക് കൊണ്ടുവന്നതെന്ന് പറയുന്നു. എന്നാൽ കുട്ടിയുടെ അപ്രതീക്ഷിത മരണത്തോടെ ഷഹ്സാദിയുടെ ജീവിതം പ്രതിസന്ധിയിലായി. മകന്റെ മരണത്തിന് ഉത്തരവാദി ഷഹ്സാദിയാണെന്ന് ആരോപിച്ച് ഫൈസും നസിയയും പരാതി നൽകിയതോടെയാണ് ഇത്. തുടർന്ന് പോലീസ് ഷഹ്സാദിയെ അറസ്റ്റ് ചെയ്യുകയും അബുദാബി കോടതി 2023 ഷഹ്സാദിക്ക് വധശിക്ഷ വിധിക്കുകയുമായിരുന്നു.